ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യയുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ് ജീവൻ. അതിനുവേണ്ടി ജീവൻ നിത്യയുടെ മുന്നിൽ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. ജീവന്റെ മനസ്സ് മാറി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ നിത്യയും. ജീവൻ നേരെ വന്നത് സുജാതയുടെ അരികിലേക്ക്. സുജാതയുടെ മടിയിൽ കിടക്കുന്നു. ഞാനൊന്ന് കിടന്നോട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് കിടന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആലോചിക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സുജാത പെട്ടെന്നൊരു ടെൻഷനോടെ ഇരിക്കുന്നു. എന്നെ ഇപ്പോഴും പഴയ പേടിയല്ലേ അമ്മയ്ക്ക്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അമ്മേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹരിക്കും നിത്യയ്ക്കും വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഒരു സർപ്രൈസാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് സുജാത പറയുമ്പോൾ ആവശ്യമുണ്ട്, എനിക്കത് ചെയ്യണം എന്ന് ജീവൻ പറയുന്നു. ആ സമയത്താണ് ജ്യോതി ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജീവൻ സംസാരിക്കാൻ തുടങ്ങി. ജ്യോതി ഫോണിൽ സംസാരിക്കുന്നത് ജീവന് വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അകത്തിരുന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നതും ജീവൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. ദേഷ്യം വരുന്നുണ്ട്. സുജാതയുടെ കൈകൊണ്ട് തന്നെ ജീവന്റെ ചെവിയിൽ ഇങ്ങനെ പൊത്തുന്നുണ്ട്. ഇതൊന്നും ജീവൻ ഇഷ്ടപ്പാങ്ങുന്നില്ല ഒട്ടും തന്നെ. ജ്യോതി ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ജ്യോതി വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അപ്പുറത്തെ മുറിയിലിരുന്നാണ് സംസാരിക്കുന്നത്. എങ്കിലും ജീവനാണ് വലിയ ദേഷ്യം വരുന്നത്. എന്നാൽ ജീവന്റെ ഈ ഒരു പ്രവൃത്തിയൊന്നും ജ്യോതി അറിയുന്നില്ല. സുജാതയ്ക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. കാരണം അപ്പുറത്തെ മുറിയിലിരുന്നാണ് ജ്യോതി സംസാരിക്കുന്നത്. സുജാതയുടെ മടിയിൽ കിടന്നിരുന്ന ജീവൻ ദേഷ്യത്തോടെ ഇറങ്ങി തറയിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദേഷ്യത്തോടെ ജീവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എങ്ങനെയും മാറാൻ ഇവന് സാധിക്കും, സൂക്ഷിക്കണം എന്ന് സുജാത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഹരി ഇങ്ങനെ ബെഡിലിരിക്കുന്നു. ഹരിയുടെ കാല് ഡ്രസ്സ് ചെയ്യുകയാണ് നിത്യ. തൊട്ടരികിൽ തന്നെയുണ്ട് കല്യാണിയും ആദിയും. പിന്നെ അമ്മാവനും അരികിലുണ്ട്. മുറിവ് ചെറുതല്ലേ എന്നൊക്കെ നിത്യ പറയുമ്പോൾ മുറിവിന്റെ കാര്യമൊന്നും പറയണ്ട, മുറിവൊക്കെ വന്നാലും പണ്ട് ഇവൻ ചികിത്സയൊന്നുമില്ല. മോൾക്കറിയോ, ഈർക്കിലെടുത്തപ്പോൾ ഒരു ദിവസം എൻ്റെ നഖത്തിനിടയിൽ ഒന്ന് കൊണ്ടു. അപ്പോൾ ഇവൻ കാണിച്ചുകൂട്ടിയ ബഹളമെന്ന് കാണേണ്ടതായിരുന്നു. അതിനുശേഷം പാടത്ത് വെച്ച് ഇവന്റെ കാലിലും മൺവെട്ടി കൊണ്ടു. ആ വിവരം ഞാൻ അറിയുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാ. ഇത് കേട്ട് നിത്യ പറയുന്നു, ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ്, അന്യന്റെ മുറിവ് കണ്ട വേദനിക്കും, എന്നാൽ സ്വന്തം നെഞ്ചു കീറിയാലും പുറത്ത് പറയില്ല. ആരാ ഈ പറയുന്നത്? സ്വന്തം മനസ്സ് നീറിയാലും കുഴപ്പമില്ല, അടുത്ത് നിൽക്കുന്നവരെ ചിരിച്ചാൽ മതി എന്നെ കരുതുന്ന ആളല്ലേ എന്നൊക്കെ ഹരി നിത്യയെ പറ്റി പറയുമ്പോൾ ആദ്യം ഒരു സംശയം ചോദിക്കുന്നു. സംശയമല്ല, കാര്യം തന്നെ പറയുകയാണ്. കയ്യോ കാലം മുറിഞ്ഞാലേ അമ്മയെടുത്ത് പറഞ്ഞാൽ മതി. അമ്മ നേഴ്സമ്മയെ പോലെയാണ്, അമ്മ വെച്ച് കെട്ടിയാലേ ഒട്ടും വേദനിക്കില്ലെന്നൊക്കെ പറയുന്നു. അത് ശരിയാ, ടീച്ചർ അമ്മയുടെ അരികിൽ വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ എല്ലാ വേദനയും മാറും എന്ന് കല്യാണിയും പറയുമ്പോൾ ഹരി നിത്യയെ നോക്കുന്നു. ഹരിയോട് നിത്യ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അവൻ കുട്ടികളോട് പറയുന്നു, അതേ മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം. പുറത്ത് നല്ല നിലാവുണ്ട്, നമുക്ക് ചുമ്മാ പുറത്തേക്ക് പോയി നിന്നിട്ടേ ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്നൊക്കെ നോക്കിയിരുന്നാലോ? അങ്ങനെ ഇപ്പോൾ കുട്ടികളെയും കൂട്ടി അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു. എന്താണെന്ന് ഹരി ചോദിക്കുന്നു. ഇന്ന് വീണ് തല്ലിയ കാര്യം പറഞ്ഞ് കല്യാണി പുറത്തിരുന്ന് ഒരുപാട് കരഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അവളുടെ കരച്ചിൽ നിർത്താൻ സാധിച്ചു. ഞാനത് ചെയ്യുമ്പോഴേ ജീവൻ എൻ്റെ അരികിൽ വന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജീവൻ കരഞ്ഞു കാണുന്നത്. കയ്യിലുണ്ടായിരുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് ഒരു പോക്കങ്ങ് പോയി. ജീവനെക്കുറിച്ച് കഥ കേട്ടിട്ടില്ലേ? പല അവസരങ്ങളിലും ജീവൻ വയലന്റ് ആകുന്നത് ഹരി നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ജീവൻ അങ്ങനെയാണോ? ജീവന് മാറ്റം വന്നിട്ടില്ലേ? ഹരിക്കത് തോന്നുന്നില്ലേ? ജീവൻ വല്ലാതെ മാറിയിട്ടുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാനുമായി ഒരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ താലി കിട്ടിയ പുരുഷൻ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇത് കേട്ട് ഹരി പറയുന്നുണ്ട്, അതിൽ ഞാൻ എന്ത് പറയാനാ? ശരിയല്ല ഹരി. ജീവൻ അയാളുടെ തെറ്റ് തിരുത്തിയാലും പശ്ചാത്തപിച്ചാലും മാപ്പ് കൊടുക്കാനും കൂടെ ജീവിച്ചാലും തയ്യാറാവണ്ടേ? എല്ലാവരും പറയുന്നത് പോലെ ചെറിയ ജീവിതമല്ലേ നമ്മളുടേത്. അത് കണക്ക് തീർക്കാനും വെട്ടുമുറിക്കാനും മാത്രമുള്ളതല്ലല്ലോ. ജീവൻ ഒന്നിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോയാലും ഹരി എന്നോട് ദേഷ്യപ്പെടരുത്. ഇത് കേട്ടാകെ തകർന്നു പോവുകയാണ് ഹരി. ചിലപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം അവസാനിപ്പിക്കേണ്ടി വരും. എല്ലാം ജീവനോട് തുറന്ന് പറയേണ്ടി വരും. ഇത് ആദ്യം ഹരിയോട് തന്നെയാണ് ഞാൻ പറയേണ്ടത്. നമ്മളെല്ലാം പറയുന്ന സുഹൃത്തുക്കളല്ലേ. ഇത്രയും പറഞ്ഞിട്ട് നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ ഹരി വല്ലാതെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു. അമ്മാവൻ പുറത്തിരിക്കുന്നു. ഹരി ഫോണിൽ സംസാരിച്ച് അമ്മാവന്റെ അരികിലേക്ക് വന്നു. സ്കൂട്ടറിൽ ജീവനും അവിടെ എത്തി. എന്നിട്ട് അവർക്കരികിലേക്ക് ഇരിക്കുന്നു. ഹരി സാറേ, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ
എന്നെ ചികിത്സിച്ച ഡോക്ടർ കൂടാതെ ആദ്യമായി എനിക്ക് കൈതന്ന ആളാണ് ഹരിസാറ്. അന്നു മുതൽ ഞാൻ ചിന്തിക്കുന്നതാണ് ഹരിസാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. ഒരു സമ്മാനമായി ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ഒരു നേർച്ചയാണ് ഹരിസാറിന് വേണ്ടി ചെയ്യുന്നത്. പണ്ടെനിക്ക് അമ്പലത്തിലേക്ക് പോകുന്നതോ ദൈവത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്നതോ ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ കൈ കൂപ്പിപ്പോവും. ഇവിടെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് കഠിനകുളത്തൊരു ദേവീക്ഷേത്രമുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ്. ഹരിയോ അമ്മാവനോ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കഠിനകുളം ക്ഷേത്രമോ? ഇല്ല, പോയിട്ടില്ലെന്ന് അമ്മാവൻ. വിശേഷപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രമാണ്. അവിടെ വിഷുക്കണിയും എല്ലാം വളരെ പ്രസിദ്ധമാണ്. അവിടെ ഇന്ന് രാത്രി ഒരു ദമ്പതി പൂജ നടക്കുന്നുണ്ട്. ഈ വിഷു കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസമാണ് അവിടുത്തെ ദേവി പരമശിവനെ കണ്ടെത്തിയതും അവർ തമ്മിൽ ഒന്നിച്ച് ചേർന്നത് എന്നാണ് ഐതിഹ്യം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ഹരി എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് നിന്ന്. അയ്യോ, പോവാതിരിക്കല്ലേ. അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ദേവി നടയിൽ നമ്മൾ പേരെഴുതി ചേർത്താൽ ഒരിക്കലും അത് മുടക്കാൻ സാധിക്കില്ല. നല്ല കാര്യമല്ലേ, പിന്നെന്താ പ്രശ്നം എന്നെ ജീവൻ. ഒരു പ്രശ്നമില്ലെന്ന് അമ്മാവനും. മോനിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അനുസരിക്കില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാ ശരിയാവുന്നത്? നല്ല കാര്യമല്ലേ. എന്തായാലും പോയേക്കാം എന്നെ അമ്മാവൻ. എങ്കിൽ നന്നായി എന്നെ ജീവനും. ഇല്ല, ഈ പൂജയിൽ എന്തെങ്കിലും വിശേഷിച്ച് എന്ന് ഹരി ചോദിക്കുമ്പോൾ ഹരിസാർ പോകുമെന്ന് ഉറപ്പായില്ലേ? ഹരി പറയുന്നു, അത് അമ്മാവൻ പറഞ്ഞല്ലോ. എങ്കിലും ഈ പൂജയുടെ വിശേഷം പറയാമെന്ന് ജീവൻ. ദമ്പതി പൂജയ്ക്ക് എത്തുന്ന ദമ്പതികളെ ക്ഷേത്രത്തിന്റെ നടയിൽ ഒരു ഭാഗത്ത് നിന്ന് പൂജയ്ക്ക് കർമ്മത്തിന് ശേഷം ദേവി നടയിൽ ഒന്നുകൂടി ഭർത്താവ് ഭാര്യയെ താലി കെട്ടും. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിത്യയും അതുപോലെ ഹരിയും. അങ്ങനെ താലി കെട്ടിയാൽ പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവർ പിരിയില്ലെന്നാണ് വിശ്വാസം. ഹരിയും നിത്യയും തമ്മിൽ പിരിയരുത്. മനസ്സിന് നന്മയുള്ള നിങ്ങൾ രണ്ടുപേരും പിരിയരുത്, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വൈകുന്നേരം നമ്മൾ പോകുന്നു, ഈ പൂജയിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നു, ഇല്ല ജീവ, അത് നടക്കില്ല എന്ന്. പെട്ടെന്ന് നിത്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഭാര്യയുടെ കഴുത്തിൽ ഒന്നുകൂടി താലി കെട്ടുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് ജീവൻ പോകുന്നു. അമ്മാവ എന്താ ഇതൊക്കെ എന്നൊക്കെ ഹരി ചോദിക്കുമ്പോൾ അത് എനിക്കെങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ ആവുമെന്ന് എന്ന് അമ്മാവൻ. ഹരി അകത്തേക്ക് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുകയായിരുന്നു നിത്യ. നിത്യ ഹരിയെ വിളിക്കുന്നുണ്ട്. വാക്ക് കൊടുത്തു അല്ലേ, ഇനി ഒന്നുകൂടി താലി കെട്ടാൻ ഞാൻ അമ്പലത്തിൽ വന്ന് നിൽക്കണോ? നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് ഹരിക്ക് കൃത്യമായിട്ട് അറിയാലോ. വിലക്കേണ്ടവരെ സമയത്ത് വിലക്കണം. വന്ന് പറഞ്ഞതാരാ? എൻ്റെ ജീവിച്ചിരിക്കുന്ന ഭർത്താവ്, എന്നെ താലി കെട്ടിയ മനുഷ്യൻ. അയാൾ സാക്ഷിയായി നിൽക്കെ ഞാൻ കഴുത്ത് നീട്ടി തരണോ? ഹരി പറയുന്നു, നിത്യ എന്നോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? ഇപ്പൊ തുടങ്ങുമല്ലോ പോകാനുള്ള നിർബന്ധം. എന്തെങ്കിലും എനിക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? അപ്പോഴേക്കും മരണം പറഞ്ഞ് പേടിപ്പിച്ചാരെങ്കിലും പിന്നാലെ വരത്തില്ലേ എന്നെ ഹരിയുടെ കോളറിനെ പിടിച്ച് നിത്യ പറയുന്നുണ്ട്. അറിയാതെ പിടിച്ചതാണ്. പെട്ടെന്ന് നിത്യ കൈ താഴെ ഇടുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? എന്നെ ജീവനോടെ കൊന്നത് മതിയായില്ലേ എല്ലാവർക്കും എന്നൊക്കെ നിത്യ നടന്നത് എന്താണെന്ന് താൻ കണ്ടതല്ലേ. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ വെറുതെ ന്യായീകരിക്കുകയല്ല എന്നൊക്കെ ഹരി പറയുമ്പോൾ വീണ അപ്പുറത്ത് നിൽക്കുന്നത് ഹരി കാണുന്നു. വീണ കേൾക്കുന്നുണ്ടെന്ന് ഹരിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹരി നിത്യയോട് പറയുന്നുണ്ട്, ദൈവങ്ങൾ ഒരിക്കലും തന്നെ പരീക്ഷിക്കില്ല. അവർക്ക് പ്രിയപ്പെട്ട ആളല്ലേ താൻ. നമ്മൾ ആ നടയിലേക്ക് എത്തിയാൽ അത് മുടക്കാനുള്ള ഒരു മാർഗം അത് ദൈവം തന്നെ കാണിച്ചു തരുമെന്നും പറയുന്നു. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം എന്നും ഹരി പറയുന്നുണ്ട്. വീണ നോക്കുന്നത് ഹരി വീണ്ടും കാണുന്നുണ്ട്. നിത്യയോട് പറയുന്നു, ഏതായാലും നമുക്ക് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാം. വീണ നിൽക്കുന്നത് നിത്യയും കാണുന്നു. നിത്യ ഇപ്പോൾ അവർക്ക് മുന്നിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, വെള്ളം എടുക്കാനെന്ന രീതിയിൽ. രണ്ടുപേരുടെയും വിവാഹം നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നാടകം മാത്രമാണ് ജീവൻ്റേത്. എന്തായാലും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.